ടെക് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെക്നിക്കൽ ഗ്രേഡ്-II ഇലക്ട്രോണിക്സ് 75/2021 എക്സാം ഫെബ്രുവരിയിലായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. എന്നാൽ PSC അത് മാർച്ച് 12 മാറ്റിയിരിക്കുകയാണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസിൽ നിന്നും 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ സിലബസ് അനുസരിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസിൽ 25 ക്വസ്റ്റ്യനും ആൻസേഴ്സും ഈ വീഡിയോയിലൂടെ നോക്കാം. Electronic components are categorized into dash. Electronic components are categorized into two. They are active and passive components. Electronic components are classified into two, active and passive components. Active components are electronic tubes and semiconductor devices. Active components are classified into two. They are electronic tubes and semiconductor devices. പാസീവ് കമ്പോണൻസ് ആർ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്. താഴെ തന്നിരിക്കുന്നവയിൽ പാസീവ് കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഇൻഡക്ടേഴ്സുമാണ് പാസീവ് കമ്പോണൻസ്. ഇവ പഠിച്ചു വച്ചേക്കുക. പാസീവ് കമ്പോണൻസ് തിരഞ്ഞെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് ആർ പാസീവ് കമ്പോണൻസ്. വിച്ച് ഇലക്ട്രോണിക് കമ്പോണൻസ് സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാന്തം അല്ലെ, കാന്തിക ശക്തി, കാന്തിക എനർജിയുടെ രൂപത്തിൽ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിവൈസാണ് ഏത് കമ്പോണൻ്റാണ്? ഇൻഡക്ടർ. ഇൻഡക്ടറാണ് എനർജിയെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വച്ചേക്കുക. വിച്ച് ഇലക്ട്രോണിക് കമ്പോണൻറ്റ് സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വച്ചേക്കുന്നത് കപ്പാസിറ്റർ. വിച്ച് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് ഡിസിപ്പേറ്റ് തെർമൽ എനർജി? തെർമൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നത് റെസിസ്റ്റർ. തെർമൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ് റെസിസ്റ്റർ. എനർജിയെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്തിരുന്നത് കപ്പാസിറ്റർ. എനർജിയെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻഡക്ടർ. ഡാഷ് ആക്ടേഴ്സ് ഡിസ്ചാർജ് പാത്ത് ഫോർ കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സിൻ്റെ ഡിസ്ചാർജ് പാത്തായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? റെസിസ്റ്റർ. റെസിസ്റ്റേഴ്സ് ആർ ഡിസ്ചാർജ് പാത്ത് ഫോർ കപ്പാസിറ്റേഴ്സ്. സ്പീഡ് റെഗുലേറ്റർ ഓഫ് എ ഫാൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് റെസിസ്റ്റർ. നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് റെഗുലേറ്റർ എന്തിന് എക്സാമ്പിളാണ്? വേരിയബിൾ റെസിസ്റ്റേഴ്സിന് എക്സാമ്പിളാണ് സ്പീഡ് റെഗുലേറ്റർ ഓഫ് എ ഫാൻ. വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആർ, വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? പൊട്ടൻഷ്യോമീറ്റർ എക്സാമ്പിളാണ്. റിയോസ്റ്റേറ്റ് വേരിയബിൾ റെസിസ്റ്ററാണ്. ട്രിമ്മർ വേരിയബിൾ റെസിസ്റ്ററാണ്. ട്രിമ്മറിൻ്റെ വേറൊരു പേരാണ് ട്രിം പോട്ട്. ട്രിമ്മർ അല്ലെങ്കിൽ ട്രിം പോട്ട് എന്നാണ് പറയുക. ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആർ കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റേഴ്സ്, മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റേഴ്സ്, കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ്. ഫിക്സഡ് റെസിസ്റ്റേഴ്സിന് എക്സാമ്പിളാണ് കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ, മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റേഴ്സ്, കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ്. ദ കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഏത് കപ്പാസിറ്ററാണ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? മൈക്ക കപ്പാസിറ്റർ. Mica capacitors are used in high frequency application. The capacitors are used in high power application. High power application film capacitor. High power film, high frequency mica capacitor. Reason for inductors have negative temperature coefficient. Negative temperature coefficient ഉള്ള ഇലക്ട്രിക് കമ്പോണൻ്റ് ഏതാണ് അല്ലേ? അതിൻ്റെ റീസൺ എന്താണ്? അതായത് ഇൻഡക്ടേഴ്സിനാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കാണിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻ്റാണ് ഇൻഡക്ടർ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കാണിക്കുന്നതിനുള്ള കാരണം
ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഇൻഡക്റ്റേഴ്സിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയാൻ കാരണം. റീസൺ ഫോർ ഇൻഡക്റ്റേഴ്സ് ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. ഇൻഡക്ടർ അല്ല ഇവിടെ, റെസിസ്റ്റേഴ്സിനാണ്. റെസിസ്റ്റേഴ്സ് ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. അറ്റ് 0 Kelvin ദ സെമി കണ്ടക്ടേഴ്സ് ആർ ആക്ടേഴ്സ് ഇൻസുലേറ്റർ. 0 Kelvinൽ ഇൻസുലേറ്റേഴ്സ് എന്താ ചെയ്യും? ഇൻസുലേറ്ററായിട്ട് സെമി കണ്ടക്ടർ ആക്ട് ചെയ്യുന്നു. അറ്റ് 0 Kelvin സെമി കണ്ടക്ടേഴ്സ് ആർ ആക്ടേഴ്സ് ഇൻസുലേറ്റർ. The pure form of semiconductor is intrinsic semiconductor. ബേസിക്കലി സെമികണ്ടക്ടേഴ്സ് 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രിൻസിക് സെമികണ്ടക്ടർ ആൻഡ് എക്സിൻട്രിൻസിക് സെമികണ്ടക്ടർ. അതിൽ വളരെ ശുദ്ധമായ സെമികണ്ടക്ടറാണ് ഇൻട്രിൻസിക് സെമികണ്ടക്ടർ. അത് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് കൂടി ആഡ് ചെയ്ത് ഫോം ചെയ്യുന്ന സെമികണ്ടക്ടേഴ്സാണ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ. An active device is one which electrically control ഇലക്ട്രോൺ ഫ്ലോ. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഡിവൈസുകളെ ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറയാം. ആക്റ്റീവ് ഡിവൈസസ് ക്യാൻ ബി ഓൾസോ ബി യൂസ്ഡ് ആസ് ആംപ്ലിഫയേഴ്സ്. ആക്റ്റീവ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തിനെയാണ്? ആംപ്ലിഫയേഴ്സിനെ ആക്റ്റീവ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഹൗ ഡു ആംപ്ലിഫയേഴ്സ് വർക്ക് വിത്തൗട്ട് വയലേറ്റിംഗ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? Energy can neither be created nor be destroyed, but one form of energy can be converted into another form. ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആംപ്ലിഫയേഴ്സ് വയലേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദേ ആംപ്ലിഫൈ ദ സിഗ്നൽ ബൈ ടേക്കിംഗ് ആൻ ഇൻപുട്ട് ഫ്രം ആൻ എക്സ്റ്റേണൽ സോഴ്സ്. ആംപ്ലിഫയർ ഏത് സിഗ്നലാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്? ഇൻപുട്ടിന് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്ന ഡിവൈസാണ് ആംപ്ലിഫയർ. ടണൽ ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ആക്റ്റീവ് ഡിവൈസ്. ടണൽ ഡയോഡ് ആക്റ്റീവ് ഡിവൈസിൽ യൂസ് ചെയ്യുന്നതിനുള്ള കാരണം ഇറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഈസ് യൂസ്ഡ്. അപ്പോൾ ടണൽ ഡയോഡിൽ എന്താണ്? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ടണൽ ഡയോഡിനെ ആക്റ്റീവ് ഡിവൈസ് ആണെന്ന് പറയാൻ, ആക്റ്റീവ് ഡിവൈസായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. വൈ ഈസ് സെൽഫ് ബയസ് സർക്യൂട്ട് നോട്ട് യൂസ്ഡ് ഇൻ IC ആംപ്ലിഫയർ? സെൽഫ് ബയസ് സർക്യൂട്ട് IC ആംപ്ലിഫയറിൽ യൂസ് ചെയ്യാത്തതിന് കാരണം ടു റെഡ്യൂസ് ഏരിയ യൂസ്ഡ് ഓൺ ദ ചിപ്പ്. യൂസ് ചെയ്തിരിക്കുന്ന ചിപ്പിൽ ഏരിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് ബയസ് സർക്യൂട്ട് IC ആംപ്ലിഫയർ യൂസ് ചെയ്യാത്തത്. ഹൗ ഈസ് BJT യൂസ്ഡ് ആസ് ഫാസ്റ്റർ സ്വിച്ച്? ബൈജങ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ് BJT എങ്ങനെയാണ് ഫാസ്റ്റർ സ്വിച്ച് യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്പറേറ്റിംഗ് ഇറ്റ് ഇൻ ദ ആക്റ്റീവ് ആൻഡ് കട്ട് ഓഫ് റീജിയൻ. ഇത് വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ആക്റ്റീവ് റീജിയനിൽ കട്ട് ഓഫ് റീജിയനിലുമാണ് BJT ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ BJT എന്ന് പറയാൻ ഫാസ്റ്റർ സ്വിച്ച് ആണെന്ന് പറയാം. ഇൻ വിച്ച് റീജിയൻ എ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്? ഓപ്പൺ സ്വിച്ച് ഏത് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത്? കട്ട് ഓഫ് റീജിയനിലാണ് ഓപ്പൺ സ്വിച്ചായിട്ട് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യുന്നത്. ഇൻ വിച്ച് റീജിയൻ എ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്? ഏത് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ക്ലോസ്ഡ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്? സാച്ചുറേറ്റഡ് റീജിയൻ. താങ്ക് യു.